അപ്പോൾ നമസ്കാരം. നമ്മുടെ പെഹൽഗാമിലെ സംഭവം എല്ലാം കഴിഞ്ഞ് 2 ആഴ്ചയും കഴിഞ്ഞ് നമ്മുടെ സൈന്യം ഇന്നലെ അവന്മാരുടെ അടിക്ക് തിരിച്ചടിയും കൊടുത്ത് ഏകദേശം 15-16 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ 15-16 ദിവസം കഴിഞ്ഞ് ഞാൻ പറയാൻ വന്നതെന്ന് ഉദ്ദേശിച്ചത്, ഞാൻ നമ്മുടെ വേടൻ എന്ന് ഉള്ള ഒരു കഥാപാത്രമുണ്ട്. നല്ലൊരു പാട്ടുകാരനാണ്. അദ്ദേഹത്തിന് ഒരുപാട് വേദികളിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂടുന്നുണ്ട്. അതൊക്കെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ നിറത്തെയും അല്ലെങ്കിൽ വർഗ വിവേചനത്തിനെതിരെ എല്ലാം നന്നായിട്ട് പോരാടുന്ന ആളും നല്ലൊരു പാട്ടുകാരനുമൊക്കെയാണ്. ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്നാൽ ഈ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി ഒരുപാട് ആളുകൾ കൂടി പരിപാടി നടന്നു. ആ സമയത്ത് ഈ വേടൻ എന്ന കക്ഷി നമ്മുടെ യാസർ അറാഫത്തിനെ കുറിച്ച്, പാലസ്തീൻ പോരാളി യാസർ അറാഫത്തിനെ കുറിച്ച് വളരെയധികം ആവേശത്തോടെ പറയണ കണ്ടു. അപ്പം ഇദ്ദേഹത്തോട് യാതൊരു പിണക്കുമില്ല. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വേടൻ എന്ന വ്യക്തി നമ്മുടെ പെഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിന് ശേഷം 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 15-16 ദിവസത്തിന് ശേഷമായിട്ടും നിങ്ങൾ ഈ ജാതി മത വർണ്ണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ നിറത്തിനെ കുറിച്ചോ ആരെങ്കിലും കളിയാക്കിയതിനെ കുറിച്ചോ മാത്രം പാടാണ്ട് നിങ്ങൾക്ക് നമ്മുടെ രാജ്യസ്നേഹം എന്നുള്ള എന്തെങ്കിലും ഒരു വിചാരമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ പെഹൽഗാം ആക്രമണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈ സൈനിക നീക്കത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു നല്ലൊരു റാപ്പ് പാടിയാൽ വളരെയധികം നന്നായിരിക്കും. അല്ലാണ്ട് ഞാൻ കണ്ടിട്ടില്ല ആരും താങ്കളെ ഇങ്ങനെ ജാതിയുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ ഇപ്പം ആരും തന്നെ പണ്ട് കാലത്ത് അല്ലെ 50കളിലും 40കളിലും ചെയ്ത പോലെ ഇപ്പം ആരും നീ കറുത്തതാണ്, നീ വെളുത്തതാണ്, അല്ലെ നീ മറ്റേ ജാതിയാണ് ആ ജാതിയാണെന്നൊക്കെ പറയുന്നത് ചുരുക്കമാണ്. ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ താങ്കൾക്ക് രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ, ഈ വികാരവും വിചാരവും ഒക്കെ ഉണ്ടെങ്കിൽ താങ്കൾ നന്നായിട്ട് നമ്മുടെ മരിച്ചുപോയ സഹോദരങ്ങൾക്കും നമ്മുടെ പട്ടാളക്കാർക്കും നമ്മുടെ ഭരണാധികാരികൾക്കും വേണ്ടി ഒരു നല്ലൊരു പാട്ടും കൂടെ പാടണമെന്ന് ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ അത് വിമർശിക്കുക. ഓക്കെ.